നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ കല്ലറ ദുരൂഹതയിൽ വൻ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴി തുറന്ന പുതിയ വെളിപ്പെടുത്തൽ. കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയെന്ന് സംശയിക്കപ്പെടുന്ന ആ അജ്ഞാത മൃതദേഹം വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തന്റെ ഭർത്താവ് സിജോ സക്രിയയുടേതാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് വ്യക്തമാക്കി ഭാര്യ നിഖില രംഗത്തെത്തി. കാണാതായ സിജോയെ ആരോ അപായപ്പെടുത്തി കല്ലറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചതാണെന്ന കുടുംബത്തിന്റെ കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കെയാണ് സ്വന്തം ഭാര്യ തന്നെ ആ വാദങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ സിജോ സക്രിയ നാടുവിട്ടു പോയിട്ട് ഇപ്പോൾ നീണ്ട 12 വർഷങ്ങളായി. 6 വർഷം മുൻപാണ് ഇയാളെ കാണാനില്ല എന്ന് കാണിച്ച് കുടുംബം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ കണ്ണൂർ വാണിയമ്പാറയിലെ കല്ലറയിൽ കണ്ടെത്തിയ മൂന്നാമത്തെ മൃതദേഹം സിജോയുടേതാണെന്ന കുടുംബത്തിന്റെ സംശയത്തിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് ഭാര്യ നിഖില വ്യക്തമാക്കുന്നത്. സിജോയ്ക്ക് വാണിയമ്പാറ പ്രദേശവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിലങ്ങാട് ഭാഗത്ത് വെച്ച് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. കടുത്ത മദ്യപാനശീലം ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ആരോടും വഴക്കോ ശത്രുതയ്ക്കോ പോകുന്ന പ്രകൃതക്കാരനായിരുന്നില്ല എന്നും മദ്യപിച്ചാൽ നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന ആളായിരുന്നു സിജോ എന്നുമാണ് ഭാര്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ കല്ലറയ്ക്കുള്ളിലുള്ളത് സിജോ അല്ലെന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്നും എങ്കിലും കുടുംബത്തിന്റെ സംശയം തീർക്കാൻ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നും നിഖില പറയുകയാണ്. അതേസമയം സിജോയുടെ കുടുംബം നൽകിയ പരാതി അത്ര ലളിതമായി കാണാൻ പോലീസും തയ്യാറായിട്ടില്ല. കോഴിക്കോട് നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വാളിയമ്പാറ പള്ളിയിലെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. പള്ളി അധികാരികളുടെയും സിജോയുടെ കുടുംബത്തിന്റെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കല്ലറ തുറന്ന് പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും. ഇരിട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള മജിസ്റ്റീരിയൽ സംഘത്തിന്റെയും പേരാവൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് കല്ലറ തുറക്കാനുള്ള അടിയന്തര നടപടികൾ പുരോഗമിക്കുന്നത്. നടപടിക്രമങ്ങൾ സുതാര്യമാക്കാൻ 9ഓളം സാക്ഷികളെയും പോലീസ് സ്ഥലത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള രേഖകൾ പ്രകാരം 2006 അടക്കം ചെയ്ത മറിയക്കുട്ടി, 2015 അടക്കം ചെയ്ത ജെയിംസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ കല്ലറയിൽ ഉണ്ടാകേണ്ടത്. ഇവരുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും നാട്ടുകാർക്കിടയിലും കുടുംബത്തിനിടയിലും സംശയം പുകയുകയാണ്. കല്ലറ തുറക്കുമ്പോൾ 2ൽ കൂടുതൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കേസ് വൻ കൊലപാതക ശ്രമത്തിലേക്കോ അല്ലെങ്കിൽ അന്വേഷണത്തിലേക്കോ വഴിമാറും. അങ്ങനെ വന്നാൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള അതീവ സങ്കീർണമായ ഫോറൻസിക് പരിശോധനകളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. കല്ലറയ്ക്കകത്ത് ശരിക്കും മൂന്നാമതൊരു മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കാണാതായ സിജോയുടേതാണോ അതോ മറ്റാരുടെയെങ്കിലും ആണോ? ഇങ്ങനെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതേസമയം പള്ളി സെമിത്തേരിയിലെ കല്ലറയിലെ ദുരൂഹത നീങ്ങുകയും ചെയ്യുന്നു. 2 മൃതദേഹമാണ് കല്ലറയിലെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. കല്ലറയിൽ 3 മൃതദേഹം ഉണ്ടെന്നതായിരുന്നു പള്ളിയുടെ പരാതി. എന്നാൽ സംശയാസ്പദമായി കണ്ട പായ മൃതദേഹത്തിന് അടിയിൽ വെച്ച് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതായത് 2ാമത്തെയോ 1ാമത്തെയോ മൃതദേഹത്തിന്റെ ഉള്ളത് ആയിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. അല്ലാതെ അവിടെ 3ാമതൊരു മൃതദേഹം ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ കല്ലറ തുറന്ന് പരിശോധിക്കുകയായിരുന്നു. പരിശോധനകൾക്ക് ശേഷം കല്ലറ അടയ്ക്കുകയും ചെയ്തു. എന്തായാലും 9 സാക്ഷികളും ഉണ്ടായിരുന്നു. ഈ മാസം 13-ാം തീയതി ശനിയാഴ്ചയാണ് കണ്ണൂർ അയ്യൻകുന്ന് വാളിയമ്പാറ ഇൻവെസ്റ്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ സംസ്കാരത്തിനായി തുറക്കുന്നത്. കല്ലറ തുറക്കുമ്പോഴാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കാണുന്നത്. ഇത് രേഖകളില്ലാത്ത മൃതദേഹമാണെന്നും മാത്രമല്ല പായയിൽ പൊതിഞ്ഞ് സംസ്കരിച്ചതുമാണ് സംശയങ്ങൾക്ക് വഴിവെച്ചത്. അസ്വാഭാവികത ഉയർത്തതിനെ തുടർന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയലിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 2019-ൽ സെമിത്തേരി നവീകരിച്ചപ്പോൾ കല്ലറകളുടെ നമ്പറുകളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും മുൻപ് നിയമപരമായി സംസ്കരിച്ച 2 മൃതദേഹങ്ങൾ തന്നെയാകാം ഇതെന്നുമായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കല്ലറ തുറന്ന പരിശോധന നടത്തിയത്. DNA അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഇതിന് വ്യക്തത വരികയുള്ളൂ.